ഹലോ എവ്രി വൺ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. കുറേ നാളായി ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ച് ബിസി ആയിപ്പോയി. ബിസി ആയതിൻ്റെ കാരണം ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ പറയുന്നതായിരിക്കും. ഇതിനിടയിൽ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ അടുത്ത് തന്നെ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് IELTSൽ ലിസണിങ്ങിൽ റീസെൻ്റായി വന്നിരിക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് പറയാനാണ്. റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ 2020 ജനുവരിയിൽ വന്ന ചേഞ്ചസ് ആണ്. മിക്കവാറും നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവണം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടി പറയുന്നതാണ്. ഇത് വലിയ ഇമ്പാക്റ്റ് ഒന്നും വരുത്തില്ലെങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ നമ്മൾ മിസ്റ്റേക്സ് വരുത്താൻ ചാൻസസ് ഉണ്ട്. അപ്പം കുറച്ചൊരു 3 ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇനി അടുത്ത് ഞാൻ ഇടുന്ന വീഡിയോ IELTS ലിസണിങ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ചേഞ്ചസ് ഇപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ IELTSലെ 2020 ജാനുവരി ലിസണിങ്ങിൽ വന്ന ഫസ്റ്റ് ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് നമ്മൾ IELTSലെ ക്വസ്റ്റ്യൻസിനെ സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 ആൻഡ് 4 എന്നായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ അവർ മാറ്റിയിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആൻഡ് പാർട്ട് 4 എന്നാക്കി. അത് മേജർ ചേഞ്ചസ് ഒന്നുമല്ല, സെക്ഷൻ എന്നുള്ള പേര് അവർ മാറ്റി പാർട്സ് എന്നാക്കിയെന്നേ ഉള്ളൂ. സെക്കൻഡ് ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് IELTS എഴുതിയിട്ടുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും, നമുക്ക് ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ക്വസ്റ്റിന് ഒരു സാമ്പിൾ ആൻസർ അവിടെ ഉണ്ടാവും അല്ലേ, ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇപ്പോൾ ആ സാമ്പിൾ ആൻസർ ഇല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പോവാം. അതാണ് സെക്കൻഡ് ചേഞ്ച്. തേർഡ് ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, ആദ്യം IELTS എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അവർ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ പറയുകയാണ്, ഓഡിയോ പ്ലേ ചെയ്യുമ്പോൾ അവർ പറയും ക്വസ്റ്റ്യൻ നമ്പർ 16 to 20 ആൻസർ ചെയ്യുക, പേജ് നമ്പർ 2 to 3 16 to 20 അങ്ങനെ പറയുമെങ്കിൽ ഇപ്പോൾ അവർ പേജ് നമ്പർ റെഫറൻസ് പറയുന്നില്ല. പക്ഷെ അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ഇപ്പോഴും അവർ ഏത് ക്വസ്റ്റ്യൻ മുതൽ ഏത് ക്വസ്റ്റ്യൻ വരെയാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പേജ് നമ്പർ റെഫറൻസ് ഇല്ലാന്നേ ഉള്ളൂ, ക്വസ്റ്റ്യൻ നമ്പർ അവരിപ്പോഴും പറയുന്നുണ്ട്. ഓക്കെ, അതാണ് 3 ചേഞ്ചസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ഹെൽപ്ഫുൾ ആയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഇത് കുഞ്ഞൊരു വീഡിയോ, പക്ഷെ ഞാൻ അടുത്ത് തന്നെ IELTSൻ്റെ ലിസണിങ് ടിപ്സുമായിട്ട് വരുന്നുണ്ട്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ബിസി ആയതെന്ന് പറഞ്ഞില്ലേ, വേണ്ടേ നമുക്കൊരു കുഞ്ഞാവയുണ്ട് ഇവിടെ. ഇതാണ് എക്തയായിട്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, അതിൻ്റെ തിരക്കൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ആയി വരുന്നു. അപ്പോൾ അടുത്ത് തന്നെ നല്ല നല്ല വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.